കെ എം മാണിയുടെ ആരോപണങ്ങളെ തള്ളി കോൺഗ്രസ്. UDF-ൽ ഇരുന്നപ്പോൾ ഒരു പരാതിയും മാണി ഉന്നയിച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. ആരെയും കേസിൽ കുടുക്കാനോ രക്ഷിക്കാനോ ശ്രമിച്ചിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. വിവരങ്ങളുമായി S. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, പറയൂ. സുരാജ്, കൃത്യമായും ഈ വാക്കുകൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് മാണിക്കെതിരായി ആരോപണം ഉണ്ടാകുന്ന എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിനാൽ കഴിയും വിധം ഈ കാര്യത്തിൽ മാണിയെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാണിയെ അനുവദിക്കില്ല എന്ന് അന്നത്തെ പ്രതിപക്ഷം ശക്തമായി വാശി പിടിച്ചപ്പോൾ ഈ കാര്യത്തിൽ കോൺഗ്രസ് MLA-മാർ നെഞ്ചുകൊടുത്താണ് കെ മാണി രക്ഷിച്ചത്. ഇപ്പോൾ എന്നിട്ട് അന്നൊക്കെ ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരുന്ന കെ മാണി ഇപ്പോൾ മുന്നണി വിടുന്നതിന് പറയുന്ന കാരണങ്ങളൊന്നും ന്യായീകരണമില്ലാത്തതാണ്. ഈ കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ല. കാരണം കെ മാണി ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ കുറെ നാളുകളായി കേരള കോൺഗ്രസിലെ ചില നേതാക്കന്മാർ വേട്ടയാടുകയാണ്. താൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് കെ മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അത് പ്രതിപക്ഷ നേതാവായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ ഒരു പരാതിയെ തുടർന്നാണ്. ബാർ ഉടമകളെ പലതവണ ത്വരിതാന്വേഷണത്തിനിടയിൽ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചുവെങ്കിലും അവർ വരാൻ തയ്യാറായില്ല. തുടർന്നാണ് ഒരു കൊഗ്നിസിബിൾ ഒഫൻസിന്റെ ഭാഗമായി FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അത് ബാർ ഉടമകളെ മൊഴി നൽകുന്നതിന് നിർബന്ധിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള തരത്തിൽ അന്വേഷണത്തിൽ അതിനപ്പുറത്തേക്ക് തനിക്ക് ഇടപെടാനാകുമായിരുന്നില്ല. വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണെന്ന് അന്നും ഇന്നും താൻ വിശ്വസിക്കുന്നു. എന്നാൽ താൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ 2 തവണ അന്വേഷണം നടത്തി കെ മാണിയെ കുറ്റമുക്തനാക്കിയിരുന്നു. കെ മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയാണ് തങ്ങൾ ചെയ്തത്. എന്തായാലും കെ മാണി ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെ തങ്ങൾ സാഹൂതം വീക്ഷിക്കുകയാണ്. ഇനി തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ ആലോചിച്ച് തീരുമാനിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിജയിച്ചു വന്നിട്ടുള്ള ജനപ്രതിനിധികളുമായി ഏത് തരത്തിലുള്ള സഹകരണമാണ് വേണ്ടത് എന്ന് നേതാക്കന്മാർക്കിടയിൽ ഒരു അഭിപ്രായം ഉണ്ടാക്കും. എന്നാൽ ഇനി തങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന നിലപാടുകൾ ഉണ്ടായാൽ ആ കാര്യത്തിൽ കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്നും ഈ കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.